വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ മുണ്ടയ്ക്ക് വരെയും ചുരൽമല മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളിലും പരിശോധന തുടരുകയാണ്. സൺറൈ വാലിയിലും പരിശോധന നടത്തുന്നു. ഇന്നത്തെ തെരച്ചിൽ വിവിധ വകുപ്പുകളിലെ മേധാവികൾ ചേർന്നാണ് നടത്തുന്നത്. പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ചവരെ അടക്കുന്നതിനായി 20 സെന്റ് ഭൂമി അധികമായി ഏറ്റെടുത്തു. അതേസമയം 413 മൃതദേഹങ്ങളാണ് വയനാട് നിന്നും ഇതുവരെ കണ്ടെടുത്തത്. ഇനി കണ്ടെത്താനുള്ളത് 152 പേര്. തിരിച്ചറിയാത്തവരുടെ സംസ്കാരം ഇന്നും തുടരും. വിവരങ്ങളുമായി മേപ്പാടി ക്യാമ്പിൽ നിന്നും അർജുൻ ചുരൽമലയിൽ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് നിന്നും സോണൽ കൃഷ്ണ എന്നിവർ ചേരുകയാണ്. ആദ്യം അർജുനിലേക്ക്. അർജുൻ, ഇന്ന് 9ാം ദിവസം ഏത് തരത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? വകുപ്പ് തല മേധാവികൾ തന്നെയാണോ ഈ തെരച്ചിലിന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്? KP, തീർച്ചയായും വകുപ്പുതല മേധാവികളാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അതായത് ഇന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുവാൻ സാധ്യതയുണ്ട്. ഇനി തെരച്ചിൽ തുടരണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിലാണ് ഇന്ന് പരിശോധന നടത്തുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 സ്ഥലങ്ങളിലും പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മുണ്ടക്കൈ, ചൂരൽമല, ഈ 3 സ്ഥലങ്ങളിലും വ്യക്തമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ മൃതദേഹങ്ങളും അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നത് ഈ ചാലിയാർ പുഴയിലാണ്. ആ ചാലിയാർ പുഴയിലടക്കം ഇന്ന് പരിശോധന നടത്തുന്നുണ്ട്. സൺറൈസേഴ്സ് വാലി ആ ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തടക്കം ഇന്ന് ശക്തമായ പരിശോധന നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നാളെ ഒരു 9 മന്ത്രാലയങ്ങളിലെ സംഘങ്ങൾ, കേന്ദ്ര സംഘം ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അവർ നാളെ ഇവിടെ എത്തിയേക്കും, കാര്യങ്ങളുടെ ആ സ്ഥിതിഗതികൾ വീക്ഷിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതടക്കം ഉള്ള ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ക്യാമ്പിലാണ്. ക്യാമ്പിലൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആളുകളെ കയറ്റിവിടുന്നത്. പാസ് വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെ തന്നെ എല്ലാവരെയും അകത്തേക്ക് കയറ്റുന്നില്ല. കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തിയ ശേഷം ആവശ്യമുള്ളവരെ മാത്രമാണ് അകത്തേക്ക് കയറ്റുക. അതുകൊണ്ടാണ് നമ്മളും ഇപ്പോൾ പുറത്തു നിൽക്കുന്നത്. അതായത് മാധ്യമങ്ങൾക്കടക്കം ഇത്തരത്തിൽ ഇവിടെ അകത്തേക്ക് കടക്കാൻ പാടില്ല എന്നുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായും അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ്. അതായത് ക്യാമ്പിലുള്ളവരുണ്ട്, അവർക്ക് വലിയ രീതിയിലുള്ള അസുഖങ്ങൾ വരാതിരിക്കുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ പടരാതിരിക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് മാനസികമായ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതൊക്കെ ഉൾപ്പെടുകയാണ് ഇവിടേക്കുള്ള. അർജുൻ, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സാഹചര്യം പറയുമ്പോൾ എല്ലാ പരാതികളും പരിഹരിച്ചുകൊണ്ട് ഒരു പരിഭവങ്ങൾക്കും ഇടവരുത്താതെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണോ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അല്ല, ചില വിലയിരുത്തലുകളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബന്ധുവീടുകളിലൊക്കെയും അഭയം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ ഈ അസുഖങ്ങൾ ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. ആ ആശുപത്രിയിൽ കഴിയുന്നവരുടെ വീടുകൾ ഈ ഒരു പ്രളയത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ദുരന്തബാധിത മേഖലയിൽ ഉൾപ്പെട്ടവരാകുമോ, അല്ലെങ്കിൽ ആ ഒരു പട്ടികയിൽ ഉൾപ്പെടുമോ എന്നുള്ള ആശങ്ക പലർക്കുമുണ്ട്. അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു സമയത്ത്, അതായത് ദുരന്തമുണ്ടായ സമയത്ത് അവർ വീടുകളിൽ ഉണ്ടായിരുന്നില്ല, അവർ ചികിത്സയിലായിരുന്നു. പക്ഷേ ഇവരുടെ വീടടക്കം ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ കൃത്യമായി തന്നെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലർ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. അതടക്കം പരിശോധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ KP, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പിൽ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കൃത്യമായി പരിചരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഭക്ഷണ സാധനങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാണ് ആ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നത്. നേരത്തെ തന്നെ മറ്റു ചിലർ എത്തിക്കൊണ്ട്, അതായത് ക്യാമ്പിലേക്ക് അനാവശ്യമായി കടന്നു വന്നുകൊണ്ട് ചില ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പോലീസിന് നൽകിയിട്ടുള്ളത്. കൃത്യമായി പാസ് ഉള്ളവരെ മാത്രം കയറ്റിവിടുക. എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ആ വാഹനങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഏത് ഉദ്യോഗസ്ഥരാണ് വരുന്നത് എന്നുള്ള തീർച്ചപ്പെടുത്തിയതിന് ശേഷമാണ് ക്യാമ്പിലേക്ക് നയിക്കുക. സ്വാഭാവികമായും ഇത്രയും വലിയ അപകടം നടന്നതാണ്. പലരും ബന്ധുവീട്ടിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവരെ അടക്കം ഈ പട്ടികയിൽ ചേർത്തിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നിരവധി പേരാണ് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇവരുടെ കൃത്യമായ കണക്ക് ഈ ഒരു വിവിധ വകുപ്പുകളുടെ കയ്യിൽ
കയ്യിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുതയും കൂടിയുണ്ട്. ഇത്തരത്തിൽ ഏതൊക്കെ ആളുകളാണ് ഇപ്പോൾ കണ്ടുകിട്ടാനുള്ളത്, അവരുടെ പേരുകൾ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ അടക്കമുള്ളത് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ തന്നെയും വരും ദിവസങ്ങളിൽ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും, അതായത് ആരൊക്കെയാണ് കാണാതായിട്ടുള്ളത് എന്നതടക്കം പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പുത്തുമലയിൽ 20 സെന്റോളം ഭൂമി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇത്തരത്തിൽ ഈ അടക്കം ചെയ്യാൻ ആ ഭൂമി വാങ്ങിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 2 ദിവസങ്ങളിലായി ഇവിടെ മൃതദേഹങ്ങൾ അടക്കി വരുന്നു. ഇന്നും അത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഏകോപനം ഈ ഒരു പ്രവർത്തനങ്ങളിൽ നടത്തുന്നുണ്ട്. എന്നാൽ തന്നെയും ആ ഒരു സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഇത്തരത്തിൽ ആളുകളുടെ കൃത്യമായ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വിവരങ്ങൾ ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ ആ വിവരങ്ങൾ നൽകാത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ കൊണ്ടുചെന്നെത്തിക്കുക. അത്തരത്തിൽ ആളുകളുടെ കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് വരേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ, എത്രയുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കണക്കുകളൊന്നും ഇപ്പോൾ സർക്കാരിന് പുറപ്പെടുവിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല വിവിധ ഭാഷാ തൊഴിലാളികളടക്കം ജോലി ചെയ്തിരുന്ന സ്ഥലമാണ്. ഈ റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിലൊക്കെ എത്ര പേരുണ്ടായിരുന്നിരിക്കാം, അവരെയൊക്കെ ഈ ഒരു ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പോൾ ഈ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ മേഖലകൾ തിരിച്ചാണ് ഇന്നും പരിശോധന നടത്തുക. റഡാർ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ റഡാർ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ആ റഡാർ സിഗ്നലുകൾ ലഭിച്ച സ്ഥലങ്ങൾ, ചൂരൽമലയിലെ ആ സ്ഥലങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഇന്ന് വ്യക്തമായ പരിശോധന നടക്കും. പുഞ്ചിരിമട്ടത്തെ പരിശോധന നടക്കും. അതുപോലെ തന്നെ മുണ്ടക്കൈ പരിശോധന നടക്കും. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. നാളെ കേന്ദ്ര സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9 മന്ത്രാലയങ്ങളിലെ സംഘങ്ങളാണ് ഇവിടെ എത്തിച്ചേരുക. കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിക്കുകയും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ എന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ പി. യെസ്, ഒപ്പം തന്നെ അർജുൻ, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മന്ത്രി കെ രാജനടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരാണ് അവിടെയുള്ളത്. പ്രത്യേകിച്ച് അവർക്ക് അവരുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ മൊബൈൽ ഫോണുകളടക്കം നഷ്ടപ്പെട്ടു, ബന്ധുക്കളെ തേടേണ്ടതുണ്ട്, ബന്ധുക്കളെ വിളിക്കേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകും. പ്രാഥമികമായി അവർക്ക് അവരുടെ പുനരധിവാസങ്ങളടക്കം പരിശോധിക്കുന്നതിന് മുമ്പേ, ഉറപ്പുവരുത്തുന്നതിന് മുമ്പേ ഇത്തരത്തിൽ പ്രാഥമികമായി അവർക്ക് എന്തൊക്കെയാണോ അത്യാവശ്യമായിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അതൊക്കെ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ഇടപെടലുകൾ, ഈ ഉറപ്പുകൾ പാലിക്കാൻ മന്ത്രിതല സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും കെ പി, അതിൽ ചെറിയ പ്രശ്നമുള്ളത് ഏതൊക്കെ ആളുകളാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കണക്ക് പോലും ഇവരുടെ കയ്യിലില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ള ഒരു ചോദ്യം മുൻപിൽ നിൽക്കുകയാണ്. പലരുടെയും ആധാർ കാർഡ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഐഡൻറ്റി കാർഡ് അടക്കമുള്ള ഇല്ലാത്തവരുണ്ട്, അത്തരത്തിൽ തിരിച്ചറിയൽ രേഖകൾ ഒന്നും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് നൽകുമെന്നുള്ളതാണ് ഏറെ ഒരു ചർച്ചാ വിഷയമാകുന്നത്. ഇതിനകത്ത് തന്നെയും ഇന്ന് രാവിലെ ഒരു വിദ്യാർത്ഥിക്ക് ആ സർട്ടിഫിക്കറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തനിക്ക് കൂടുതൽ പഠിക്കാൻ പോകേണ്ടതുണ്ട്. ആ പഠിക്കാൻ പോകേണ്ട സാഹചര്യത്തിൽ തനിക്ക് SLC ബുക്ക് അടക്കമുള്ള അല്ലെങ്കിൽ +2 ബുക്ക് അടക്കമുള്ള ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് പറയുകയും നബീൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഈ ഒരു നബീലിന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് വൈകുന്നേരം മന്ത്രിയുടെ നേതൃത്വത്തിലാണെന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഇവരുടെ തിരിച്ചറിയൽ രേഖകളൊക്കെ ചിലർക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ തന്നെയും അത് എത്രമാത്രം കാര്യക്ഷമമായി നടക്കും എന്നുള്ളതിലാണ് നമുക്ക് സംശയം. അതായത് ഈ ഒരു പ്രദേശത്തുള്ളവരെ പറ്റി യാതൊരു വിവരവുമില്ല, അവരെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും ഇല്ലാതെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് നടക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകപ്പെടട്ടെ എന്നുള്ളതടക്കം നമ്മൾ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് അവർക്ക് ആനുകൂല്യങ്ങൾ അടക്കം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് പുനരധിവാസത്തിന് മുൻപ് ഈ ഒരു സാഹചര്യം അവർക്ക് ലഭിക്കേണ്ടതുണ്ട്.